There are many different languages, many different dances, many different histories in this country. ഇവിടെ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, തമിഴ് ഭാഷയുണ്ട്, ഗുജറാത്തിയുണ്ട്, പലവിധ നൃത്തരൂപങ്ങളുണ്ട്, പലവിധ പാരമ്പര്യങ്ങളുണ്ട്, പലവിധ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. And every single tradition, history is protected by the Constitution of India. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എന്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ്. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. And if this was gone, then somebody can come to Kerala and say, we do not want you to speak Malayalam. ഈ ഭരണഘടന ഈ രാജ്യത്തില്ലാതായാൽ ഈ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം, നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും. We do not want you to have dosa for breakfast. നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. Or we don't like this particular tradition of yours. നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. And the fight in this election